ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചന്ദ്രയും സച്ചിയും ശ്രുതിയും കൂടി. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. തൻ്റെ അടവുകളെല്ലാം ഫലിച്ചു. ഇനി ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ചന്ദ്രയിട്ട് പേടിപ്പിക്കാം, അതേപോലെ തന്നെ ചന്ദ്രയ്ക്കിട്ടൊരു പണിയും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാറി കയറി പോകുന്നത്. പക്ഷേ ആ സമയം തന്നെ മീര വിചാരിക്കുകയാണ്, ഇനി അവളുടെ അമ്മായിയമ്മയുടെ കഷ്ടകാലമാണ്. ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അവളെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മായിയമ്മക്ക് ശരിക്കും കഷ്ടകാലം. അവളുടെ അമ്മായിയമ്മയെ അവളൊരു പാഠം പഠിപ്പിക്കും. അതേപോലുള്ള കാര്യങ്ങളാണല്ലോ അവളുടെ അമ്മായിയമ്മ അവളോട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മീര ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്. ഇതേസമയം തന്നെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ സച്ചിയെ ഒന്ന് നോക്കുന്നുണ്ട്, സച്ചി ചന്ദ്രയെ നോക്കുന്നുണ്ട്, ആക്കിയൊരു ചിരിയും. അപ്പോൾ നമ്മുടെ ശ്രുതിയും ശ്രുതിയൊക്കെ ഇരിക്കുകയാണല്ലോ. ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലല്ലേ? അതേ ശ്രുതി, പിന്നെ അല്ലാതെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ഇപ്പം നടന്നത്. ആൻറ്റി എന്നെ വിളിക്കാൻ വരുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ ആൻറ്റിയുടെ മനസ്സേ നല്ല മനസ്സാണ്. അതുകൊണ്ടല്ലേ ആൻറ്റി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നത്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ പിന്നെ അമ്മയുടെ മനസ്സ് നല്ല മനസ്സാ. അതുകൊണ്ടാണ് പൗഡർ എടുത്ത് ദേ ഇപ്പം ഈ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ. അല്ല, സച്ചി എന്തിനാ കൂടെ വന്നത്? എന്താ ശ്രുതിക്ക് കാറില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സച്ചി വന്നെന്ന് വിചാരിച്ചു എന്താ കുഴപ്പം ശ്രുതി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ആൻറ്റി. സച്ചി വന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുക ഞാൻ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിയും ശ്രുതിയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കി അവരിങ്ങനെ സ്നേഹമൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയാണ്. വളരെയേറെ സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്ര ഇടയ്ക്ക് ഇങ്ങനെ ഇടങ്കണ്ണ് വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പൊയ്ക്കോ വിട്ടയച്ച് പൊയ്ക്കോ, ഞാൻ പറയുന്ന ആ സ്ഥലത്തേക്ക് വിട്ടാൽ മതി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഓക്കെ അമ്മേ, അമ്മ പറയുന്നതിനപ്പുറം ഞാൻ പോകുമോ, അമ്മ പറയുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് പോകും എന്ന രീതിയിൽ സച്ചിയും പിരിയനും കണ്ണൊക്കെ വെച്ചിങ്ങനെ കാണിക്കാം. ഇതേ സമയം തന്നെ ചന്ദ്രോദയത്തിൽ നമ്മുടെ വർഷയെ ഇട്ട് പരിവോക്കുകയാണ് രേവതി. അങ്ങോട്ട് നീങ്ങാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ട് നീങ്ങാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം കഴിപ്പിക്കുന്നു, വെള്ളം കുടിപ്പിക്കുന്നു, അങ്ങനെ ജ്യൂസ്, അങ്ങനെ സകലമാന കാര്യങ്ങൾ വരെയും ചെയ്യുക. അപ്പോഴേ വർഷയോട് നേരത്തെ കുളിക്കാനൊക്കെ പറഞ്ഞിട്ട് വർഷ കുളിച്ചിട്ട് വരിക. അങ്ങനെ കുന്തിരിക്കം കൊണ്ടുവരികയാണ്. കുന്തിരിക്കം കൊണ്ടുവന്ന് നമ്മുടെ വർഷയുടെ മുടിയിൽ ഇങ്ങനെ പുക കൊള്ളിക്കുകയാണ്. അപ്പോൾ എന്താ ചേച്ചി കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ ഈ ഗർഭകാലത്തെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മുടിക്കൊക്കെ നല്ല ആരോഗ്യവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയില്ലേ ഇങ്ങനെ പുകയൊക്കെ പിടിക്കുന്നത് വളരെയേറെ നല്ല കാര്യമാണ് വർഷേ. ഇതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും എനിക്ക് സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ വർഷയ്ക്ക് ഇങ്ങനെ പുക പിടിച്ച് ഇങ്ങനെ കൊടുക്കുക. വർഷയ്ക്കാണെങ്കിൽ കാര്യം വന്നിട്ട് രക്ഷയില്ല. അപ്പുറത്ത് നമ്മുടെ ശ്രീകാന്തും ഇപ്പുറത്ത് രവിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ രവിയാണെങ്കിൽ ദേ രേവതി, ഇവളെ ഇങ്ങനെ മടിച്ചാക്കല്ലേ, എല്ലാ കാര്യങ്ങളും ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിച്ചു കൊടുത്താലേ ലാസ്റ്റ് വർഷം അടിച്ചായി പോകും. പിന്നെ അവളൊന്നും ചെയ്യില്ല, നിന്നോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ വരും. അച്ഛാ, അവൾ പറയട്ടേന്നേ, പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു കൊടുക്കും. കാരണം എന്തെന്നറിയാമോ? അത് അവളെ സന്തോഷിപ്പിക്കാനല്ല, അവളുടെ വയറ്റിലെ ഒരു കുഞ്ഞു വാവയുണ്ട്. ആ കുഞ്ഞു വാവയ്ക്ക് വേണ്ടി എന്നെ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അച്ഛാ. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക്. ആ കുഞ്ഞാവ പുറത്തു വരുന്നത് വരെ ഉള്ളൂ, പിന്നീടേ ആ കുഞ്ഞാവനെ തോളേറ്റി ഞാൻ നടക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി പറയുക. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്തിനും ഭയങ്കര ഒരു സന്തോഷം തോന്നിയാണ്. പക്ഷേ വർഷയ്ക്കാണെങ്കിൽ അരിശവും വരുന്നുണ്ട്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനാണെങ്കിൽ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിക്കാതിരിക്കാനുള്ള പണിയെല്ലാം ഒപ്പിക്കുക. പക്ഷേ അങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ രവി പറയാണ്, അല്ല രേവതി, നിനക്കിനി പണി കൂടുമല്ലോ. എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇനിയിപ്പോൾ ഒരാളും കൂടി വരുന്നുണ്ട്, ഗർഭിണിയായ ഒരാളും കൂടി, നമ്മുടെ ശ്രുതി. അപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്റെ നടുപൊടിയോല്ലോ മോളെ രേവതി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, എന്തിനാ വെച്ചാൽ ശ്രുതിയേട്ടത്തിയുടെ കാര്യം എന്തിനാണ് രേവതിയേട്ടത്തി നോക്കുന്നത്? എൻ്റെ കാര്യമൊന്നുമില്ല, ശ്രുതിയേട്ടത്തിയുടെ കാര്യം അമ്മ നോക്കിക്കോളും. അമ്മയല്ലേ കൂട്ടിക്കൊണ്ടു വരുന്നത്, അമ്മയുടെ പുന്നാര മരുമകളല്ലേ വർഷ.
ഗർഭിണിയാണെന്ന കാര്യം അമ്മയ്ക്കും അറിയാലോ. എന്നിട്ട് വർഷയോട് എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ശ്രുതി എടുത്തിയുടെ കാര്യമൊന്നും രേവതി എടുത്തി നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അതൊന്നും സാരമില്ല, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ ശ്രുതിയുടെ വയറ്റിലുള്ളത്, അപ്പം പിന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ ഏട്ടത്തി? അതിൻ്റെ കാര്യമൊന്നുമില്ല ഏട്ടത്തി. ശ്രുതി ഏട്ടത്തിയുടെ കാര്യം നോക്കാനായിട്ട് അമ്മയ്ക്കറിയാം. അല്ലെങ്കിൽ ശ്രുതി ഏട്ടത്തി ആർക്കൊരു ഉപകാരം ചെയ്യാത്ത ആളാണ്. ശ്രുതി ഏട്ടത്തിയോട് അത് കഴിക്കുക ഇത് കഴിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കട്ടാണെങ്കിലും കഴിച്ചോളും. അത് ഏട്ടത്തിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ശ്രീകാന്ത് നീ പറഞ്ഞ സത്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ദിക്ക് മാറി വിടുക. അപ്പോൾ ഈ ശ്രുതി പറയുകയാണ്, സച്ചി നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? സച്ചി, നമ്മൾ ലെഫ്റ്റിലേക്കല്ലേ പോകേണ്ടത്, പിന്നെ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? റൂട്ട് മാറ്റിക്കൊണ്ടാണല്ലോ പോകുന്നത്. ഇല്ല പൗഡർ എടുത്തി, ഞാൻ പോകുന്ന ദിശ തന്നെയാണ് കറക്റ്റ്. അല്ല, നമ്മുടെ വീട് ആ വഴിയാണ്. ആ വഴിയോ? അതിന് നമ്മുടെ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത്. വീട്ടിലേക്കല്ലേ, പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഇത് കേട്ട ശ്രുതി പേടിച്ചു പോകണം. ഹോസ്പിറ്റലോ? എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അതിൻ്റെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പൗഡർ എടുത്തേ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ പിന്നെ എന്നെന്തിനാ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്? അതിനെനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോൾ ചന്ദ്ര പറയാണ്, നിനക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ നീ ഗർഭിണിയല്ലേ മോളെ. അപ്പോൾ ഇത്രയും നാൾ നിന്നെ നോക്കാനും സംരക്ഷിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നീ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നില്ലേ? ആ സമയത്ത് നിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്നൊക്കെ നോക്കണ്ടേ? അതിന് വേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കിള്ളി പാറിപ്പോകുന്ന ഒരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, വേണ്ട എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് നേരെ വീട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ ശ്രുതിയും പറയാണ്, അല്ലെങ്കിൽ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നു? നീ മിണ്ടാതിരിക്കടാ. വയറ്റിൽ കിടക്കുന്ന നിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ പിന്നെ ആ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഇവൾ ഇത്രയും നാൾ ഒറ്റക്കായിരുന്നില്ലേ? ഇവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ നമ്മൾ നോക്കിയില്ലെങ്കിലേ പ്രശ്നമാകും. നീ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോഴേക്കും ശ്രുതി പറയണം, അത് ശരിയാണ് ശ്രുതി, ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അയ്യോ, ഒരാപത്തും ഇല്ലെന്നേ, ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യമില്ല, എൻ്റെ ഹെൽത്ത് ഓക്കെയാണ്. അയ്യോ പൗഡർ എടുത്തി ഒന്നും മിണ്ടാതിരിക്കുക. പൗഡർ എടുത്തി ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തുമല്ലോ, ഡോക്ടർ പരിശോധിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നേ. നമ്മളിപ്പം തന്നെ അങ്ങോട്ട് എത്തൂലേ, പിന്നെ എന്തിനാ പൗഡർ എടുത്തി പേടിക്കുന്നത്? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. അന്നാ മിണ്ടാതിരിക്കുന്നേ. അങ്ങനെ ഹോസ്പിറ്റലിലെ വാതിക്കലെത്തുകയാണ്. വാതിക്കലെത്തി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും സച്ചിയും ശ്രുതിയും ഇറങ്ങാം. പക്ഷേ ശ്രുതിക്ക് മാത്രം ഇറങ്ങാൻ പേടി. എന്താ ശ്രുതി അവിടുത്തെ നിൽക്കുന്നത്? ഇറങ്ങി വാ എന്ന് പറയാം. അയ്യോ, ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ നമുക്ക് സ്ട്രെച്ചർ വിളിക്കാം. അങ്ങനെ സ്ട്രെച്ചർ വിളിച്ചുകൊണ്ട് വരികയാണ്. ശ്രുതിയെ എടുത്ത് നമ്മുടെ ശ്രുതി അതിൽ സ്ട്രെച്ചറിലാണ് കിടത്തുകയാണ്, ഉന്തിക്കൊണ്ട് പോവുകയും ചെയ്യണം. അയ്യോ, എന്നൊന്ന് ഇറക്കി, എനിക്കൊരു കുഴപ്പവും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. എങ്കിൽ പിന്നെ അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, ഇറക്ക് ശ്രുതി. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി ഇവർ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയുടെ കായ് വിടാതെ ചന്ദ്ര പിടികൂടിയിരിക്കുകയാണ്, എങ്ങോട്ടും വിടാതെ. അങ്ങനെ ചന്ദ്ര സച്ചിയെ ഒന്ന് നോക്കുകയാണ്, സച്ചി അതേപോലെ തന്നെ ചന്ദ്രയെ ഒന്ന് നോക്കുകയാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയും ചെയ്യണം. പക്ഷേ ശ്രുതിക്ക് ഇവിടെ ശരിക്കും പാളിയൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പം ഇനി നാളെ കാണാൻ പോകുന്നത് അടിപൊളി രംഗമാണ്. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സിഗേൻ. ബൈ.